നിർവൃതി പഞ്ചകത്തിലെ അവസാന പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജ്ഞാതാജ്ഞാത സമഃ സ്വാന്യഭേദശൂന്യ കുതോ ഭിദഃ ഇത്യാദി വാദോപരതൃയസ്യ തസ്യൈവ നിർവൃതി. ജ്ഞാത അജ്ഞാത സമഃ, പരമസത്യം പിടികിട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പുകൊണ്ട ആള് ജ്ഞാത അജ്ഞാത സമഃ, അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും ഒക്കെ അദ്ദേഹത്തിന് തുല്യമാണ്. സ്വാന്യ ഭേദശൂന്യ, താനും അന്യനും എന്ന ഭേദമേ അദ്ദേഹത്തിനില്ല. സ്വാന്യ ഭേദശൂന്യ ജ്ഞാത അജ്ഞാത സമഃ, ജ്ഞാതവും അജ്ഞാതവുമായത് ഒക്കെ അദ്ദേഹത്തിന് തുല്യം. താനും അന്യനും എന്ന ഭേദമേ അദ്ദേഹത്തിനില്ല. കുതോ ഭിദഃ, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഭേദചിന്ത? ഒരൊറ്റ സത്യമേ ഇവിടെ ഉള്ളൂ, കാണുന്നതൊക്കെ അതാണ്. വ്യവസായാത്മിക ബുദ്ധിരേഖ. കൃഷ്ണൻ പറയുന്നു, നിശ്ചയം വന്ന ബുദ്ധി ഒന്ന്, രണ്ട് ബുദ്ധിയില്ല. പിന്നെ എന്താ ഇനി അറിയാം? അറിഞ്ഞതും അറിയാത്തതും ഒക്കെ ഒന്ന്, താനും അന്യനും ഒന്ന്, അതായത് ബ്രഹ്മം, ഈശ്വരൻ. ഇത് സത്യം സാക്ഷാത്കരിച്ച ആൾക്ക് സംശയമേ ഇല്ല. അല്ലെങ്കിൽ പോലും നമുക്ക് ബുദ്ധിക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയും. ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി ഭാഗത്തിൽ അച്ഛൻ മകനോട് ചോദിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കുക. മകനെ 12 കൊല്ലം വിദ്യാഭ്യാസത്തിനയച്ചു. 12ാം വർഷം ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മകൻ മടങ്ങിയെത്തി. വളരെ അഹങ്കാരിയായിട്ടാണ് മകനെ കാണാനിടയായത്. അച്ഛൻ ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് ആചാര്യൻ ആ സത്യം പറഞ്ഞു തന്നില്ലേ? അപ്പോ മകൻ ചോദിച്ചു, ഏത് സത്യമാണച്ഛ? ഏന ശ്രുതേന അശ്രുതം ശ്രുതം സ്യാത്, ഏന മതേന അമതം മതം സ്യാത്, ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം സ്യാത്. അങ്ങനെയുള്ള വസ്തു. ഏന ശ്രുതേന, ഏത് വസ്തുവിനെ കുറിച്ച് കേട്ടാൽ അശ്രുതം ശ്രുതം സ്യാത്, കേൾക്കാത്തതൊക്കെ കേട്ടതായിത്തീരും. അമതം മതം സ്യാത്, മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടതായിത്തീരും. അവിജ്ഞാതം വിജ്ഞാതം സ്യാത്, അറിയപ്പെടാത്തതൊക്കെ അറിയപ്പെട്ടതായിത്തീരും അതിനെക്കുറിച്ച് കേട്ടാൽ. ആ സത്യം നിനക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്നില്ലേ? അപ്പൊ മകൻ ചോദിച്ചു, അതെങ്ങനെ? അങ്ങനെ ഒരു സത്യമുണ്ടോ? എന്താ കുഞ്ഞെ? മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ നിരവധി പാത്രങ്ങൾ നിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്നു എന്ന് കരുതുക. മണ്ണിനെ കുറിച്ച് നിനക്ക് പിടികിട്ടിയോ? പിടികിട്ടിയാൽ മണ്ണുകൊണ്ട് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിമേൽ ഉണ്ടാകാവുന്നതുമായ എല്ലാ പാത്രങ്ങളുടെയും കാര്യം നിനക്ക് മനസ്സിലായി. അതെങ്ങനെ? വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം. കുഞ്ഞെ, മണ്ണിനെ നിനക്ക് പിടികിട്ടിയാൽ എത്ര പാത്രങ്ങൾ ഉണ്ടാകട്ടെ, അവയൊക്കെ വികാരം, മണ്ണിന്റെ ഒരു രൂപം, അതിനൊരു പേര്. മൃത്തികേത്യവ സത്യം, മണ്ണ് മാത്രമാണ് സത്യം. ഇതുവരെ ഉണ്ടായ പാത്രങ്ങളിലും ഇതാണ് ഗതി, ഇനിമേലുണ്ടാകാൻ പോകുന്ന പാത്രങ്ങളിലും ഇതാണ് സ്ഥിതി. മണ്ണിന്റെ ഒരു രൂപം, ഒരു നാമം. ആ രൂപവും നാമവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇനി എത്ര പുതിയ പാത്രങ്ങൾ ഉണ്ടായാലും വസ്തു മണ്ണ്. അതുപോലെ തന്നെ അച്ഛൻ സ്വർണത്തിന്റെ ഉദാഹരണങ്ങളും മകനെ കേൾപ്പിച്ചു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുടെ ദൃഷ്ടാന്തവും കേൾപ്പിച്ചു. സ്വർണം കൊണ്ട് നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. സ്വർണത്തെ അറിയാവുന്ന ആളിന് വികാരോ നാമധേയം,
എല്ലാ ആഭരണങ്ങളും സ്വർണത്തിന്റെ ഒരു വികാരം, രൂപം, ഒരു പേര്. വസ്തു എന്താ? സ്വർണം. മുമ്പിലിരിക്കുന്ന ആഭരണങ്ങൾ മാത്രമല്ല, ഇനിമേൽ എന്നൊക്കെ എത്ര സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായാലും സ്വർണം മാത്രം സത്യം. മറ്റെല്ലാം വെറും നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ ഒരിക്കലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. കുഞ്ഞെ, അതുപോലെയാണ് ഈ പ്രപഞ്ചം ഉമ്മ അനുഭവമായിട്ടുള്ള ബോധത്തിന്റെ രൂപാന്തരങ്ങളാണ്. എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്നിടത്ത് ആ ആഭരണങ്ങൾ രൂപം കൊള്ളുന്നതിന് മുൻപ് ഒരു കട്ടി സ്വർണം മാത്രം ഉണ്ടായിരുന്നത്, അതുപോലെ ഈ നാമരൂപങ്ങൾ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള നാമരൂപങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഉമ്മ അനുഭവമായ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദൈവ സൗമ്യ ഇതമഗ്രെ ആസീത്. സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ അനുഭവമായിട്ടുള്ള ബോധം എന്നർത്ഥം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഒന്ന് മാത്രം, രണ്ടില്ലാത്തത് എന്നാവർത്തിച്ച് എല്ലാ ഭേദങ്ങളും നിഷേധിക്കുകയാണ്. സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം, ഇതെല്ലാം നിഷേധിക്കുന്നു. അതിനാണ് 3 വാക്ക്. ഏകം ഏവ അദ്വിതീയം. ഈ 3 വാക്കും ഒന്നേ ഉള്ളൂ എന്ന് താല്പര്യമുള്ള വാക്കുകളാണ്. എന്താ 3 വാക്കുപയോഗിച്ചത്? സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഇതൊന്നും ആ ബോധത്തിലുണ്ടായിരുന്നില്ല. സ്വഗതഭേദം എന്ന് പറഞ്ഞാൽ ഒരേ വസ്തുവിൽ തന്നെ പല ഭേദങ്ങൾ വരാമല്ലോ. ഒരു മരം, അതിൻ്റെ കൊമ്പ്, ഇല, കായ, പൂവ്, ഇതൊക്കെ സ്വഗതഭേദമാണ്. നാമരൂപങ്ങൾ വേർതിരിയുന്നതിനു മുൻപ് ഈ ബോധത്തിൽ അങ്ങനെ വല്ല ഭേദവും ഉണ്ടായിരുന്നോ? ഒറ്റ ഭേദവുമില്ല. സജാതീയ ഭേദം, ഒരു മരത്തിന് അതേ രൂപത്തിലുള്ള മറ്റൊരു മരത്തോടുള്ള വ്യത്യാസം, അങ്ങനെ വല്ലതും ഈ ബോധത്തിന് അഥവാ ബ്രഹ്മത്തിന് ഉണ്ടായിരുന്നോ? ഇല്ല. വിജാതീയ ഭേദം, ഒരു മരത്തിന് ഒരു കരിങ്കല്ലിനോടുള്ള ഭേദം, വിജാതീയ ഭേദം. അങ്ങനെ ബോധമല്ലാത്ത വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഭേദവുമില്ലാത്ത ഏകമേവ അദ്വിതീയമായ സത്ത്, അത് ഉമ്മ അനുഭവമായുള്ള ബോധം ഉണ്ട് 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 എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്ന ബോധം മാത്രമേ ഈ പ്രപഞ്ചനാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഉണ്ടായിരുന്നുള്ളൂ. ആ ബോധം ഇന്ന് വ്യക്തമായി ജീവികളിലൊക്കെ അനുഭവപ്പെടുന്നുമുണ്ട്. ഉണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട് എന്നിങ്ങനെ എല്ലായിടത്തും ആ ബോധം അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുഞ്ഞെ, ഐതദാത്മ്യമിതം സർവം, ഈ കാണുന്ന സർവവും അമീബ മുതൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള സർവവും ഐതദാത്മ്യം, അത് തന്നെ. അതാണ് ജ്ഞാത അജ്ഞാത സമഹ എന്ന് ഗുരുദേവൻ പറയുന്നത്. അറിഞ്ഞതും അറിയാത്തതും ഒക്കെ തുല്യം. എന്താ? ഒക്കെ ഒരേ ബോധവസ്തു. അപ്പോ ഐതദാത്മ്യമിതം സർവം, ഈ കാണുന്ന സർവവും ആ ബോധവസ്തു തന്നെയാണ്. ഇത് ഇത്ര ശാസ്ത്രീയമായി യുക്തിയുക്തമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ ഇനിയും മടിച്ചു നിന്നാൽ എന്താ, വിലപ്പെട്ട സത്യം നമുക്ക് നഷ്ടമാകുന്നു, അത്രേ ഉള്ളൂ. അയ്യതം സർവം തത്വമസി ശ്വേതകേതോ. അതുകൊണ്ട് എല്ലാം അതാണ്, അതുകൊണ്ട് നീയും അതാണ്. തത്വമസി, നീ അതാണ്. ഇങ്ങനെ ഈ തത്വമസി 9 പ്രാവശ്യം ആവർത്തിച്ചുപദേശിക്കുകയാണ് ഛാന്തോക്യോപനിഷത്ത് 6-ാം അധ്യായത്തിൽ. ഇടയ്ക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നു. ശ്വേതകേതുവിന്
അതിസൂക്ഷ്മമായ ഈ ബോധം എങ്ങനെയാണ് തടിച്ചു കൊഴുത്ത ഒരു പ്രപഞ്ചമായി രൂപപ്പെട്ടത്? അതിനൊക്കെ വളരെ എക്സ്പെരിമെന്റലായിട്ട് ഉത്തരം കൊടുക്കുക. അച്ഛൻ പറഞ്ഞു, കുഞ്ഞേ, നീ നമ്മുടെ ആശ്രമത്തിന്റെ മുമ്പിൽ വൻ കാട് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരം നീ കാണുന്നുണ്ടല്ലോ, അതിൽ നിന്നൊരു കായ് പറിച്ചുകൊണ്ട് വരൂ. ഒരു കായ് പറിച്ചുകൊണ്ട് വന്നു, അതിനെ രണ്ടായി പിളർന്നു, അതിൽ നിന്നൊരു തരി എടുത്തു, അതിനെ വീണ്ടും പിളർന്നു. ഇതിനകത്ത് നീ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. പക്ഷെ നിനക്കറിയാമോ, ഈ ആൽമരം മുഴുവൻ ഈ തരിക്കകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതുപോലൊരു വിത്തിൽ നിന്നാണ് ഈ ആൽമരം മുഴുവൻ രൂപം കൊണ്ടത്. അതിൽ ഇല്ലാത്തത് ഉണ്ടാവാൻ പറ്റില്ലല്ലോ. നിനക്കിന്ന് ഒന്നും കാണാനില്ലാത്ത ആ തരിയിൽ ഈ കാടുപോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഇതുപോലാണ് അതിസൂക്ഷ്മമായ ബോധത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം അടങ്ങിയിരിക്കുന്നു. അതിലൊട്ടും അതിശയിക്കാനില്ല. ഇതിനൊക്കെ എന്താ, ആർക്കെങ്കിലും വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുമോ? വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നുണ്ട്. അത്യന്തം സൂക്ഷ്മമായ കണ്ണിന്, ഈ നഗ്നമായ കണ്ണിന് കാണാൻ പോലും വയ്യാത്ത അതിസൂക്ഷ്മമായ പിതൃബീജം മാതൃഗർഭപാത്രത്തിലെത്തിയിട്ട് ഒരു വിചിത്രമായ കുഞ്ഞിന്റെ രൂപം കൈക്കൊണ്ട് പുറത്തേക്ക് വരും. അദ്ദേഹം ചോദിക്കുന്നു, ഏതസ്മാത് കിമിവ് ഇന്ദ്രജാലം അപരം, ഇതിനേക്കാളൊരു ഇന്ദ്രജാലം വേറെ എന്തുണ്ട്? ഏതസ്മാത് കിമിവ് ഇന്ദ്രജാലം അപരം യദ്ഗർഭവാസസ്ഥിതം രേതശ്ചേതത്തി, ഗർഭപാത്രത്തിലെത്തുന്ന പിതൃബീജം അവിടെ ചൈതന്യവത്തായിത്തീരുന്നു. എന്നിട്ടോ ഹസ്തമസ്തകതയാ പ്രോദ്ഭൂതമാനാങ്കുരം, കയ്യ്, കാല്, തല, തലമുടി, അതിവിചിത്രങ്ങളായ രൂപങ്ങൾ. ഹസ്തമസ്തകതയാ പ്രോദ്ഭൂതമാനാങ്കുരം. എന്നിട്ടോ പശ്യത്യത്തി ശൃണോതി ജിഘ്രതി തഥാ ഗച്ഛത്യഥാ ഗച്ഛതി, അതിവിചിത്രമായ ആ രൂപം. പര്യായേണ ശിശുത്വ യൗവന ജരാവേഷൈരനേകൈർവൃതം. അങ്ങനെ മാറി മാറി കുഞ്ഞ്, കുമാരൻ, യുവാവ്, വൃദ്ധൻ ഒക്കെയായി മാറുന്നു. അതിന്റെ സൂക്ഷ്മരൂപം എന്താ? ആലോചിച്ചാൽ എന്തത്ഭുതം. ഒടുവി ഇല്ലാതാകുന്നു, മരിക്കുന്നു. എന്നിട്ട് ഉള്ള കാലത്ത് പശ്യത്യതിശൃണോതി, കാണുന്നു, ഭക്ഷിക്കുന്നു, കേൾക്കുന്നു. ഗച്ഛതി തഥാ ഗച്ഛതി, പോകുന്നു, വരുന്നു. ഏതസ്മാത് കിമിവ് ഇന്ദ്രജാലം അപരം, ഇതിനേക്കാൾ ഒരു ഇന്ദ്രജാലം വേറെ എന്തുണ്ട്? അതൊന്നും അങ്ങനെയൊന്നും അല്ല സാർ, അതൊക്കെ സെല്ലായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അത് തന്നെടോ ഈ ചോദിക്കുന്നത്. ആ അതിസൂക്ഷ്മമായ ബീജം സെല്ലായി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു? അത് ചുമ്മാ ചെയ്തു എന്ന് നിങ്ങൾ കാണുന്നത് പറഞ്ഞാൽ പോരാ. ഇതെന്തൊരു അത്ഭുതം! കാണുന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു വസ്തുവിനെ വിവരിച്ചു എന്ന് കരുതാൻ വയ്യ. ഒരാലിന്റെ വിത്ത് വൃക്ഷമാകുന്നതിന് ഇതുപോലെ തന്നെ. ഇതുപോലെ ബോധം പ്രപഞ്ചമായി എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടില്ല. എങ്ങനെ പിടികിട്ടാൻ? ഒന്നും പിടികിട്ടില്ല. ചുമ്മാതെ ഒന്ന് കണ്ടത് വിവരിച്ചത് കൊണ്ട് മാത്രം ശാസ്ത്രമാവില്ല. ഇതെങ്ങനെ, ഈ ശക്തി എവിടുന്ന് വന്നു എന്ന് വ്യക്തമായാൽ മാത്രമേ അത് വ്യക്തമായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാവുള്ളൂ. അപ്പൊ കുഞ്ഞെ, ഈ ബോധം അതിസൂക്ഷ്മമാണ്. ഈ ആലിന്റെ വിത്ത് പോലെ അതിൽ നിന്നും വൻപിച്ച് ഒരു ആൽമരം ഉണ്ടായതുപോലെയാണ് ഈ ബോധത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായത്. അതിൽ അതിശയിക്കാനൊന്നുമില്ല. അതങ്ങനെയാണ്, ഇത് സർവ്വവ്യാപിയാണ്. അപ്പോഴും മകന് ചില സംശയം ഉണ്ടായി. സർവ്വവ്യാപിയാണെങ്കിൽ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ, ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത് കണ്ണിന് കാണാൻ പറ്റുന്നില്ല, ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ
ഇതില്ലാത്തതാണെന്ന് കരുതരുത്. സൂക്ഷ്മ ബുദ്ധിക്ക് ഈ ബോധത്തെ കണ്ടെത്താൻ കഴിയും. അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് ശുദ്ധമായ കേവലമായ ഈ ബോധത്തെ കണ്ടെത്താൻ കഴിയും. ഏതുപോലെ ഒന്നും അതും എക്സ്പെരിമെന്റലായിട്ട് തെളിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സന്ധ്യാസമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുപോവാ, ഇതിൽ ഒരു പിടി ഉപ്പ് അതിലിട്ട് ഇട്ടൊരു സ്ഥലത്ത് വെച്ചേക്ക്, കാലത്തെ എടുത്തുകൊണ്ട് വരണം. അപ്പൊ മകൻ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം കാലത്തെ ആ ഉപ്പിട്ട വെള്ളം എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ പറഞ്ഞു, നോക്ക്, നീ ഇന്നലെ ഇതിൽ ഒരു പിടി ഉപ്പിട്ടതല്ലേ, അതിൽ ഉപ്പുണ്ടോ? കണ്ണു തുറന്ന് നോക്ക്. കണ്ണു തുറന്ന് നോക്കി, കാണാനില്ല. മണത്ത് നോക്ക്. മണത്ത് നോക്കി, ഉപ്പില്ല. കണ്ണു പറയുന്നു ഉപ്പില്ല, മൂക്ക് പറയുന്നു ഉപ്പില്ല. തൊട്ടു നോക്ക് ആ വെള്ളം, തൊട്ടു നോക്കി ഉപ്പില്ല. എന്നാ ചെവി കൊടുത്തു നോക്ക്, ഉപ്പ് ശബ്ദിക്കുന്നുണ്ട്, ശബ്ദിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും, അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്ത് നാവിൽ വെച്ച് നോക്കൂ. നാക്കിൽ നോക്കി, ഉപ്പുണ്ടച്ച. അത് അടിയുന്നൊരു തുള്ളി വെള്ളം എടുക്കൂ. അടിയുന്നൊരു തുള്ളി വെള്ളം എടുത്തു, ഉപ്പുണ്ട്. ഏത് ഭാഗത്തുനിന്ന് വേണോ ഒരു തുള്ളി വെള്ളം എടുക്കൂ, ആ ഉപ്പുണ്ട്. നാക്കിൽ വെച്ചപ്പോൾ ഉപ്പുണ്ട്. ഉപ്പ് ഈ വെള്ളത്തിൽ സർവ്വവ്യാപിയാണ്. ആ വെള്ളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ വസ്തുക്കളെ ഗ്രഹിക്കാൻ നിനക്കുള്ള 5 ഉപകരണങ്ങളിൽ 4 പറയുന്നു ഇതിൽ ഉപ്പില്ലെന്ന്, 1 പറയുന്നു ഉപ്പുണ്ടെന്ന്. നീ ഏത് വിശ്വസിക്കും? പരമാർത്ഥത്തിൽ ജനാധിപത്യ രീതി അനുസരിച്ചും ഭൂരിപക്ഷം വേണ്ട വിശ്വസിക്കാൻ. 4 ഉപകരണങ്ങൾ പറയുന്നില്ലെന്ന്. നീ അത് വിശ്വസിക്കുമോ? നാവ് പറയുന്നത് വിശ്വസിക്കുമോ? അതുപോലെ മകനെ, ബുദ്ധി, കൃഷ്ണൻ തന്നെ പറയുന്നു, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് സൂര്യതുല്യം ഈ ബോധം അനുഭവ വിഷയമായി തീരും. സൂര്യതുല്യം, യാതൊരു സംശയവും ഇല്ലാത്ത നിലയിൽ ജഡങ്ങളൊന്നും സത്യമല്ല, ഈ ബോധം മാത്രമാണ് സത്യം എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. സത്യദർശികൾ പറയുന്നത് നമ്മുടെ ശരീരം ഉണ്ടെന്ന് ഇന്ന് എത്രമാത്രം സ്പഷ്ടമായി നമുക്ക് തോന്നുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പഷ്ടമായി ഞാൻ ശരീരമല്ല ബോധമാണ് എന്ന് അനുഭവിക്കാറാകും. സൂക്ഷ്മമായ ബുദ്ധിക്ക് തന്നെ അത് പിടികിട്ടും. അത് ആ വസ്തുവായി തീരുന്നതിന് മുൻപ് തന്നെ പിടികിട്ടും. എന്നുവെച്ചാൽ ബോധത്തിന്റെ പൂർണ്ണരൂപം ബുദ്ധിക്ക് പിടികിട്ടിയെന്ന് വരില്ല. ആ ബോധമായി തീരുമ്പോഴേ അതിന്റെ പൂർണ്ണരൂപം പിടികിട്ടുള്ളൂ. അപ്പൊ പിന്നെ അത് അറിയുന്നോ അറിയുന്നില്ലേ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയാൻ പോയാൽ രണ്ടിന്റെ തോന്നലുണ്ടാവും. നേരെ മറിച്ച് പറയാതെ പൂർണ്ണത അനുഭവിക്കുന്നതാണ് സത്യാനുഭവം. പറയാൻ പോയാൽ പൂർണ്ണത പോവും. അതുകൊണ്ടാണ് സത്യത്തെ അറിയുന്നു എന്ന് പറയുന്നവൻ അറിയുന്നില്ല. അതിന്റെ പൂർണ്ണത അയാൾക്ക് പിടികിട്ടിട്ടില്ല. എങ്കിൽ ഞാൻ അറിയുന്നു എന്ന് പറയില്ലായിരുന്നു. അറിയുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആ സത്യം അങ്ങനെ മാറി നിന്ന് അറിയാവുന്ന വസ്തു അല്ല എന്ന് അദ്ദേഹം അറിയുന്നില്ല. നേരെ മറിച്ച് ആ സത്യം അങ്ങനെ മാറി നിന്ന് പൂർണ്ണമായി അറിയാൻ പറ്റുന്നതല്ല. എന്ന് വെച്ചത് അറിയാൻ പറ്റില്ല എന്നല്ല. സൂക്ഷ്മബുദ്ധിക്ക് ഉപനിഷത്തും പറയുന്നു, ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യ. അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക് അത് സ്പഷ്ടമായി മാറി നിന്ന് തന്നെ, ബുദ്ധിക്ക് മാറി നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയും. ഏത് വസ്തുവിൻ്റെയും സ്ഥിതി അതാണ്. സൂര്യനെ അറിയുന്നു എന്ന് പറയുന്നു. സൂര്യനെക്കുറിച്ച് മാറി നിന്നുള്ള എല്ലാ അറിവുകളും അപൂർണമാണ്. ഏത് ശാസ്ത്രജ്ഞൻ ഇനി എത്ര ഉപകരണം കൊണ്ട് എങ്ങനെയൊക്കെ അറിഞ്ഞാലും മാറി നിന്നറിയുന്ന അറിവ് അപൂർണം. സൂര്യനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ആർക്കാ സാധ്യമാവുക? സൂര്യന് മാത്രം. വേറെ ആർക്കാ സാധ്യമാവുക? ഇപ്പം നമ്മെക്കുറിച്ച് ആരെങ്കിലും ഒരു അയാളെ എനിക്കറിയാം, എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ.
നമ്മെക്കുറിച്ച് തന്നെ ഓരോ വ്യക്തിയെക്കുറിച്ചും മാറി നിന്ന് ആരെന്തൊക്കെ അറിഞ്ഞാലും അത് അപൂർണമാണ്. അറിയുന്നത് ആ വസ്തുവായി തീരുമ്പോൾ മാത്രമേ പൂർണ്ണമായി അറിയാൻ പറ്റൂ. അങ്ങനെയാണ് സാർ. അപ്പൊ ഈ ജലപദാർത്ഥങ്ങളെയൊക്കെ ഇപ്പൊ ഒരു മൺകട്ടയായി തീർന്നാലേ അറിയാൻ പറ്റുമോ സാർ എന്ന് പറഞ്ഞാൽ മൺകട്ടയ്ക്ക് അറിവില്ലല്ലോ. മൺകട്ടയെ മാറി നിന്നറിഞ്ഞത് കൊണ്ടൊന്നും വിശേഷമില്ല. എന്തറിയും മൺകട്ടയെ? ഇന്ന് പ്രപഞ്ചത്തെ മാറി നിന്നതല്ലേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അറിയുന്നുണ്ടല്ലോ. എന്തറിയുന്നു? ഒന്നും അറിയുന്നില്ല വാസ്തവത്തിൽ. എന്നുവെച്ചാൽ ഭാഗികമായിട്ട് പോലും കാര്യമായ അറിവൊന്നുമില്ല പ്രപഞ്ചത്തെക്കുറിച്ച്. എന്താ അറിയുന്നത്? പ്രപഞ്ചത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുവായി തീരണം. അപ്പോഴേ അറിയാൻ പറ്റും. അല്ലാതെ മാറി നിന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും അറിയാൻ പറ്റാതിരിക്കുന്നത്. അതങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും അച്ഛൻ ശ്വേതകേതുവിനോട് ചോദിച്ചു, ആ സത്യം നിനക്ക് പിടികിട്ടിയോ? ഇല്ല. ഒടുവിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. 9 പ്രാവശ്യം ഒരു ലാബറട്ടറിയിലെന്ന പോലെ പരീക്ഷണങ്ങളിൽ കൂടി ആ സത്യത്തെ തെളിയിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഛാന്ദോഗ്യോപനിഷത്തിലെ തത്വമസി ഭാഗം. അതാണ് ഇവിടെ ഗുരുദേവൻ സൂചിപ്പിക്കുന്നത്. ജ്ഞാത അജ്ഞാത സമഃ. അറിഞ്ഞതും അറിയാത്തതുമൊക്കെ തുല്യം. സ്വന്യഭേദശൂന്യ ഐതദാത്മ്യമിതം സർവം. ഈ കാണുന്നതൊക്കെ അത് തന്നെ. ഇനി എന്താ എനിക്കും മറ്റൊരാൾക്കും തമ്മിൽ എന്ത് ഭേദം? ഇങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഏകവസ്തുവായി വ്യക്തമായി അനുഭവിക്കുമ്പോൾ, വെറുതെ അറിഞ്ഞാലും പോരാ, അനുഭവിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് നിർവൃതി പരമമായ ശാന്തി അനുഭവപ്പെടാൻ സാധിക്കും. രണ്ടുമുണ്ടെന്ന് തോന്നുന്നിടത്തോളം അല്പമൊക്കെ ഒരു അസ്വാസ്ഥ്യം എപ്പോഴും മനസ്സിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഭാഗവതം രചിക്കാനിടയായ സന്ദർഭത്തെക്കുറിച്ച് ഭാഗവതത്തിൽ ആദ്യം ഒരു പരാമർശമുണ്ടല്ലോ. വ്യാസൻ പലതും ചെയ്തു ലോകത്തിനു വേണ്ടി. 4 വേദങ്ങളെ പകുത്തു, അതൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, എല്ലാം ക്രമപ്പെടുത്തി മഹാഭാരതം എഴുതി. പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായിട്ടുള്ള മഹാഭാരതം എഴുതി. വേറെ പല നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിന് പൂർണ്ണമായ സ്വാസ്ഥ്യം ഉണ്ടായില്ല. ഒരു ദിവസം ആശ്രമത്തിന്റെ മുൻപിൽ സരസ്വതി നദിയുടെ കരയിൽ അല്പം വ്യാകുലചിത്തനായി അദ്ദേഹം നോക്കിയിരിക്കുകയാണ്. ആളുകളൊക്കെ വല്ലാതെ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. അപ്പോൾ വ്യാസൻ അല്പം കൊണ്ടുവന്ന് തോന്നി, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ലോകമൊന്നും കാര്യമായി നന്നായ ലക്ഷണമില്ലല്ലോ, കുറച്ചൊരു വ്യാകുലത. ഉടനെ നാരദനോട് എത്തി, എന്താ വ്യാസമഹർഷി, സുഖമല്ലേ? എന്താണ് അങ്ങയുടെ മുഖം കണ്ടിട്ട് അല്പം ഒരു വല്ലായ്മ ഉള്ളതുപോലെ തോന്നുന്നല്ലോ. അങ്ങേക്കെന്താ വല്ലായ്മയ്ക്ക് കാര്യം? 4 വേദങ്ങളും ഒക്കെ പകുത്ത് പലരെയും പഠിപ്പിച്ചില്ലേ? പഞ്ചമവേദമായ മഹാഭാരതം രചിച്ചില്ലേ? അങ്ങയ്ക്കിനി എന്താ ഈ ബുദ്ധിമുട്ട്, മനസ്സിന് വല്ലായ്മ? അപ്പൊ വ്യാസൻ പറഞ്ഞു, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്, ഞാനിതൊക്കെ ചെയ്തു. അസ്ഥ്യേവമേ സർവമിതം ത്വയോക്തം. ആലയോ നാരദ മഹർഷി, അങ്ങ് പറഞ്ഞതെല്ലാം എനിക്ക് ഉണ്ട്, ഞാനിതൊക്കെ ചെയ്തു. വേദം പകുത്തു, ഭാരതം എഴുതി. അസ്ഥ്യേവമേ സർവമിതം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ. ഇതാണ് നിർവൃതി കിട്ടിയില്ല. തഥാപി നമ്മൾ ഇന്ന് പലരെയും കാണുന്നില്ലേ? വലിയ വലിയ ആളുകൾ എത്ര 100-150 പുസ്തകം എഴുതി വളരെ കാലം ജീവിച്ചു, അവാർഡുകൾ ഇനി കിട്ടാൻ ഒന്നുമില്ല, അവിടെയൊക്കെ എത്തി. എന്താ നല്ല സന്തോഷമാണോ? അല്ല എന്ന് പറയാൻ വയ്യ. എന്തോ മനസ്സിനൊരു കുണ്ഠിതം ഇപ്പോഴും. ഇതാണ് എന്തൊക്കെ ചെയ്തിട്ടും വ്യാസന്റെ മനസ്സിനൊരു കുണ്ഠിതം. തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ. എങ്കിലും എൻ്റെ ആത്മാവ്
പൂർണ്ണ സുഖം ഞാൻ അനുഭവിക്കുന്നു, ഇടതടവില്ലാത്ത ആനന്ദം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. അല്ലയോ നാരദ മഹർഷി, അങ്ങേക്കറിയാമായിരിക്കുമല്ലോ ഇതിന്റെ കാരണം. അങ്ങ് മഹാഗംഭീരനല്ലേ, ലോകമെങ്ങും ചുറ്റുങ്ങളുന്ന ദുഃഖിക്കുന്നവരെ ഒക്കെ ആശ്വസിപ്പിക്കുന്ന ആളല്ലേ, എന്താ ഇതിന്റെ കാരണം? അപ്പോ നാരദൻ പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നിനക്ക് ആ നിർവൃതി പരിതുഷ്യത്തെ എന്ന് പറഞ്ഞാൽ നിർവൃതിയില്ല, ഗുരുദേവൻ പറയുന്ന നിർവൃതിയില്ല. എന്താ കാര്യം? ഇത്യാദി വാദോപരത്രിയസ്യ, ഈ ചർച്ചകളൊക്കെ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് നിർവൃതി. വ്യാസന് ചർച്ചയൊക്കെ അവസാനിച്ചോ? ഇല്ല. ഞാൻ 4 വേദം എഴുതി, ആളുകളൊക്കെ എന്നിട്ടും നന്നായതായി തോന്നുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, അതാണ്. അപ്പൊ ചർച്ച അവസാനിച്ചില്ല, ഇപ്പോഴും ചർച്ച കിടക്കുകയാണ്. ഈ വാദങ്ങളൊന്നും അവസാനിച്ചില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇദം ഹി വിശ്വം ഭഗവാൻ. അതായത് ഇവിടെ നാരദൻ പറയുന്നതിൽ വല്ല സംശയമുണ്ട്. ഇവിടെ ഈ പ്രപഞ്ചം ഭഗവാനാണ്, നീ ഉൾപ്പെടെ എല്ലാം ഭഗവാൻ. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ. ഈ ജീവൻ എങ്ങനെയാണോ ബ്രഹ്മം ആണെന്ന് പറയുന്നത്, അതുപോലെ ഈ ജഡപ്രപഞ്ചവും അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എല്ലാം ഭഗവാൻ, എല്ലാം. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ. എന്താ കാര്യം? യഥോ ജഗത് സ്ഥാനനിരോധ സംഭവാഹ. ആ ബോധം സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്തെങ്കിലും പൊന്തിക്കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ, ലയിക്കുന്നുണ്ടെങ്കിൽ അതിൽ. യഥോ ജഗത് സ്ഥാന നിരോധ സംഭവാഹ. സ്ഥാനം, സ്ഥിതി, നിരോധം, പ്രളയം, സംഭവം, സൃഷ്ടി. ഇപ്പൊ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളൊക്കെ ഈ സത്തിൽ സംഭവിക്കുന്നതാണ്. ഒന്നിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നത്, അല്ലയോ വ്യാസരെ, അതല്ലാതെ മറ്റെന്തെങ്കിലും ആവാൻ പറ്റുമോ? വെള്ളത്തിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്ന കുമിളയും തിരയും ഒക്കെ വെള്ളമല്ലാതെ മറ്റൊന്നും ആകാൻ സാധ്യമല്ല. അതുപോലെ ബോധത്തിൽ, ബ്രഹ്മത്തിൽ, ഈശ്വരനിൽ, ഞാനത് പറയുന്നത്, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഈ ബ്രഹ്മമാണ്, ഈ ബോധമാണ്. ഇതിൽ പൊന്തി വന്ന് ഇതിൽ നിലനിന്ന് ഇതിൽ ലയിക്കുന്നത്, അത് ഭ്രമമാകട്ടെ, വസ്തുവാകട്ടെ, എന്തുമാവട്ടെ. മരുഭൂമിയിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിലില്ലാതാകുന്ന കാനൽ ജലം മരുഭൂമി അല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല. കയറിൽ ഉണ്ടെന്ന് തോന്നി കുറെ പൊന്തിക്കണ്ട് ഒടുവിലില്ലാതാകുന്ന കയറിൽ പൊന്തി വന്നില്ലാതാകുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ എന്തും കാരണത്തിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നത് ആ കാരണമല്ലാതെ മറ്റൊന്നും ആകാനേ സാധ്യമല്ല. അതിന്റെ പൊന്തിവരലും നിലനിൽപ്പും ലയിക്കലും പരിണാമമോ വിവർത്തമോ ആരംഭമോ എന്തുമാവട്ടെ, അതൊക്കെ അത് തന്നെയാണ്. അതുകൊണ്ട് ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യഥോ ജഗത് സ്ഥാനനിരോധ സംഭവാഹ തഥി സ്വയം വേദഭവാൻ. അങ്ങേക്കിതറിയാം. ഇപ്പം നമ്മളൊക്കെ പലരും പറയും പോലെ സാർ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്, പക്ഷേ പറ്റുന്നില്ല സാർ, അത് മറന്നുപോകുന്നു. അതുപോലെയാണ് നിനക്ക് അറിയാം. സത്യ സ്വയം വേദഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. എങ്കിലും അങ്ങ് അതിൻ്റെ ഒരല്പഭാഗമേ വെളിപ്പെടുത്തിയുള്ളൂ. മഹാഭാരതം എഴുതി മഹാഭാരതത്തിൽ അങ്ങ് സർവം ജഗത്ത് മുഴുവൻ ഈശ്വരൻ എന്ന് എല്ലായിടത്തും വെളിപ്പെടുത്തിയില്ല എന്നല്ല. അപ്പൊ ഗീതയൊക്കെ അതിൽ പറഞ്ഞു. എങ്കിലും അങ്ങ് മഹാഭാരതത്തിൽ പ്രാധാന്യം നൽകിയത് ധർമ്മത്തിനാണ്. എന്ത് ധർമ്മം? ഒക്കെ ഈശ്വരനാണെങ്കിൽ പിന്നെ ഈശ്വരനിൽ നിന്നും ഭിന്നമാണോ ധർമ്മം? യഥോ ധർമ്മസ്തോ ജയ. ധർമ്മമുള്ളിടത്ത് ജയം. ഇതാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം. മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ മുദ്രാവാക്യം
ധർമ്മം ഉള്ളിടത്ത് ജയം. ഒടുവിൽ മഹാഭാരതം അവസാനിക്കുന്നതും ഊർധ്വബാഹുർ വിരോന്മേഷ നച കശ്ചിത് ശൃണോതിമാം ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മക്കിം ന സേവ്യത്തെ. ഞാനിതാ രണ്ട് കൈയും ഉയർത്തി വിളിച്ചു പറയുന്നു, ധർമ്മം കൊണ്ടേ അർത്ഥവും കാമവും ഫലവത്താവൂ. അതുകൊണ്ട് ആ ധർമ്മത്തെ എന്തുകൊണ്ട് മനുഷ്യൻ സേവിക്കുന്നില്ല? ഇതാണ്, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം. ഇതാണ് ധർമ്മോ രക്ഷതി രക്ഷിത. ഇങ്ങനെ പലതരത്തിലും ധർമ്മത്തിന് പ്രാധാന്യം നൽകും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം നിങ്ങളെയും രക്ഷിക്കും. നാരദൻ തുടർന്നു, അല്ലയോ വ്യാസരെ, അങ്ങ് മഹാഭാരതത്തിൽ ധർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. വാസ്തവത്തിൽ ഈ ജഗത്ത് മുഴുവൻ ഈശ്വരമയമാണ്. ഈശ്വരനെ, അതായത് ശാസ്ത്രീയമായ പരമസത്യത്തെ അറിയാൻ ഉപകരിക്കാത്ത ധർമ്മം ധർമ്മമേ അല്ല. അതുകൊണ്ട് ഏത് കർമ്മവും സത്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതാവണം. അതല്ലാത്തതൊക്കെ എന്ത് ധർമ്മമായാലും ബന്ധമാണ്, അധർമ്മമായി തീരും. അതുകൊണ്ട് അങ്ങ് ഈ ജഗത്ത് മുഴുവൻ ഈശ്വരമയമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം പുതുതായി എഴുതൂ. അന്ന് മാത്രമേ അങ്ങേക്ക് നിർവൃതി സാധ്യമാകൂ. വ്യാസൻ അങ്ങനെ ഭാഗവതം രചിച്ചു എന്നാണ്. ഭാഗവതത്തിൽ ഓരോ പേജിലും ഈ ജഗത്ത് ഈശ്വരമയമാണ്, ഈശ്വരമയമാണ് എന്ന് ആവർത്തിക്കുന്നു. സ്തുതികളിൽ എല്ലാം അത് ആവർത്തിക്കുന്നു. ഗുരുദേവന്റെ നിർവൃതി പഞ്ചകൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം മാത്രമാണ് എന്ന് പ്രതിപാദിക്കുന്ന കൃതിയാണ്. അത് ഉറപ്പിക്കുന്നിടത്ത് മാത്രമേ പരമമായ സൗഖ്യമുള്ളൂ. ഒടുവിലത്തെ പദ്യത്തിൽ വിശേഷിച്ചും അറിഞ്ഞതും അറിയാത്തതുമൊക്കെ ബ്രഹ്മം, ഞാനും നീയും ബ്രഹ്മം, ഒരിടത്തും ഒരു ഭേദവുമില്ല. ഈ പരമമായ സത്യം കുറേശ്ശെയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്കൊക്കെ ഗുരുദേവ കാരുണ്യം ഉണ്ടാകട്ടെ. നമസ്കാരം.